ഹായ് എല്ലാവർക്കും നിംഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കോളിഫ്ലവർ കറി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കടായിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഹോൾ സ്പൈസസ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2 ബേ ലീഫ് എടുത്തിട്ടുണ്ട്, 3 ഏലക്കായ, ഒരു തക്കോലം, ഒരു ചെറിയ കഷ്ണം കറുകപ്പട്ട 1 ഇഞ്ച് നീളത്തിലുള്ളത്, പിന്നെ ഒരു 3 ഗ്രാമ്പൂണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഈ ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഹോൾ സ്പൈസസിൻ്റെ ഫ്ലേവേഴ്സ് എല്ലാം എണ്ണയിലേക്ക് നന്നായിട്ട് തന്നെ ഇറങ്ങി വരും കേട്ടോ. അപ്പോൾ കറുകപ്പൊട്ടിയൊക്കെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഒന്ന് പൊട്ടിച്ചതിന് ശേഷം തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. അതായിരിക്കും നന്നായിട്ട് തന്നെ വരിക. ഹോൾ സ്പൈസസിൻ്റെ അളവ് കൂടിപ്പോകരുത്, കൂടിപ്പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഫ്ലേവേഴ്സ് അങ്ങോട്ട് മുന്നിട്ട് നിൽക്കും, അപ്പോഴും നന്നായിട്ട് തന്നെ വരില്ല. ഇനിയൊരു 2 മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പിലയാണ്. 2 തണ്ട് കറിവേപ്പിലയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് ഇനി നമുക്ക് എരിവിനനുസരിച്ച് പച്ചമുളക് ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു 2 പച്ചമുളകാണ് ചേർക്കുന്നത്. കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ നിങ്ങൾക്ക് ചേർക്കാവുന്നതുള്ളൂ കേട്ടോ. നല്ല ഫ്ലേവറോട് കൂടി തന്നെ കറി മാറും, പച്ചമുളകിൻ്റെ ഒരു ഫ്ലേവറൊക്കെ വരുമ്പോൾ. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് സവോളയാണ് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു 3 മീഡിയം സൈസിലുള്ള സവോള ഇതുപോലെ നന്നായിട്ട് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതും കൂടെ ചേർത്ത് കൊടുക്കുക. വലിയ സവോളയാണെങ്കിൽ ഒരു 2 എണ്ണമൊക്കെ മതിയാവും കേട്ടോ. ഇനി ഇതും കൂടെ ചേർത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ കൂടെ ഞാൻ ഈ ഒരു മസാലയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് വഴന്നു വരട്ടെ. സവോള ആവശ്യത്തിന് തന്നെ വഴന്നു വരുമ്പോഴാണ് ആ ഒരു ഗ്രേവി നല്ല തിക്കായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ കറി മാറുള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ ഇരുന്നൊന്ന് റെഡിയായിട്ട് വരട്ടെ. സവോള റെഡിയായിട്ട് വരുന്ന സമയം കൊണ്ട് നമുക്ക് തക്കാളിയൊക്കെ ഒന്ന് പേസ്റ്റ് ആക്കി വയ്ക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 മീഡിയം സൈസിലുള്ള നല്ല പഴുത്ത തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. വലുതാണെങ്കിൽ 2 എണ്ണം മതിയാവും കേട്ടോ. അതിനുശേഷം ഇതിലേക്ക് ഞാനൊരു 8 കാഷ്നട്ടും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാഷ്നട്ട് സോക്ക് ചെയ്തെടുത്തതൊന്നല്ല, അല്ലാത്തത് തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് രണ്ടും കൂടെ നമുക്ക് നല്ല പേസ്റ്റ് ആക്കി എടുക്കാം. അപ്പോൾ എക്സ്ട്രാ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ആ ഒരു തക്കാളിയുടെ ഉള്ളിലത്തെ ആ ഒരു വാട്ടർ കണ്ടൻറ്റ് തന്നെ മതിയാവുന്നുണ്ട്, നന്നായിട്ട് അരഞ്ഞ് പേസ്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നമുക്ക് പേസ്റ്റ് ആക്കിയിട്ട് മാറ്റി വയ്ക്കാം. ഗ്രേവിക്ക് നല്ല തിക്നെസ്സും നല്ലൊരു റിച്ച്നെസ്സൊക്കെ കൊടുക്കും ഈ ഒരു പേസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി ഇതിവിടെ ഇരിക്കട്ടെ. നമുക്ക് ആ ഒരു സവോള കാര്യങ്ങളൊക്കെ ഒന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ടോ എന്നൊക്കെ കണ്ടില്ലേ. ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കും ഇത് റെഡി ആയിട്ട് തന്നെ വരിക കേട്ടോ. അപ്പോൾ അതേ സവോള ഇതുപോലെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 8 അല്ലി വെളുത്തുള്ളിയും ഒരു 1.5 ഇഞ്ച് നീളത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ ചതച്ചെടുത്തതായിരിക്കും പേസ്റ്റിനേക്കാളും ഒന്നും കൂടി നന്നായിട്ട് വരിക. അപ്പോൾ 1 ടേബിൾ സ്പൂണോളം അളവിലാണ് ഈ ഒരു ചതച്ചെടുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടിരുന്ന് വഴറ്റിയെടുക്കുക. ഇതിൻ്റെ ഒരു പച്ചമണം ഒന്ന് മാറി എല്ലാം കൂടെ ഒന്നും കൂടി ഒന്ന് വഴന്ന് റെഡിയായിട്ട് തന്നെ വരണുണ്ടോ. അപ്പോൾ ഈ ഒരു സമയത്തിനുള്ളിൽ ഞാൻ കോളിഫ്ലവറൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കോളിഫ്ലവർ ഇതുപോലെ ഒന്ന് ഇതളുകളായിട്ട് അടർത്തിയെടുത്തിട്ടുണ്ട്. ചെറിയ ഫ്ലോററ്റ്സ് ആയിട്ട് തന്നെ എടുക്കുക കേട്ടോ. എന്നിട്ട് ചെറിയ ചൂടുവെള്ളത്തിൽ, ഇളം ചൂടുവെള്ളത്തിൽ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒരു 10 മിനിറ്റ് മാറ്റി വെച്ചതാണ്. കോളിഫ്ലവർ ആകുമ്പോൾ അതിൻ്റെ ഉള്ളിൽ പുഴു കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല, അപ്പോൾ അതൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ മാറ്റി വെച്ച് കഴുകിയെടുക്കണത് കേട്ടോ. ഇനിയിപ്പോൾ ഈ മസാല റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ 1 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി, പിന്നെ ഒരു 2 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. എരിവിനനുസരിച്ച് കൂടുതലൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാവുന്നതുള്ളൂ കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴച്ച് കൊടുക്കാം. ആ ഒരു മസാല നന്നായിട്ട് തന്നെ ഒന്ന് റെഡി ആയിട്ട് തന്നെ വരട്ടെ. കണ്ടോ, ഇതൊന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച ആ ഒരു തക്കാളിയും കാഷ്നട്ടും കൂടിയുള്ള ഒരു പേസ്റ്റ് ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ അരച്ചിട്ട് ചേർക്കുന്ന സമയത്ത് തക്കാളി വെന്ത് വരാൻ വേറെ സമയത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് വരികയും ചെയ്യും കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ മാറുകയും ചെയ്യും. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു മസാലയും തക്കാളിയുടെ ആ ഒരു പേസ്റ്റും എല്ലാം കൂടെ റെഡി ആയിട്ട് വരട്ടെ കേട്ടോ. ഒന്ന് നന്നായിട്ട് വഴന്ന് വരണം, അപ്പോഴായിരിക്കും ഒന്നും കൂടി നല്ല ടേസ്റ്റി ആയിട്ട് വരിക കേട്ടോ. വഴന്നൊന്ന് എണ്ണ തെളിഞ്ഞ് തന്നെ റെഡി ആയിട്ട് വരണം. അപ്പോൾ ആവശ്യത്തിന് എണ്ണയില്ലെങ്കിൽ ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് എണ്ണ ചേർത്ത് കൊടുക്കാവുന്നതുള്ളൂ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് സമയം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോഴേക്കും ഇത് നന്നായിട്ട് തന്നെ ഒന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ടോ. കണ്ടോ, ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്നതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഇനി നമ്മൾ വൃത്തിയാക്കി വെച്ച ആ ഒരു കോളിഫ്ലവർ ഡ്രെയിൻ ചെയ്തതിന് ശേഷം ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ കോളിഫ്ലവർ എപ്പോഴും എന്താ പറയുക, പുഴു കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ ക്ലീൻ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് തന്നെ എടുക്കാം കേട്ടോ. എന്തെങ്കിലും അതായത് കേടായിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് മാറ്റുക. ഇതിപ്പോൾ ഞാൻ കോളിഫ്ലവർ എടുത്തിരിക്കുന്നത് കട്ട് ചെയ്തതിന് ശേഷം 1/2 കിലോ അളവിലുള്ളതാണ് കേട്ടോ.
ഒരു മീഡിയം സൈസിലുള്ള കോളിഫ്ലവർ ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിന് വെന്തൊക്കെ വരുമ്പോൾ കുറച്ചും കൂടി ക്വാണ്ടിറ്റി കുറഞ്ഞു വരുമല്ലോ. ഇത് മുഴുവനായിട്ട് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു സമയത്ത് ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ ഒരു മസാലയിലേക്ക് ഇടുന്ന തന്നെ നന്നായിട്ടൊന്ന് കുക്കായിട്ട് വരുമ്പോഴാണ് നല്ല ടേസ്റ്റി ആയിട്ട് വരിക. ആ ഒരു ഗ്രേവിയും കോളിഫ്ലവർ കഷ്ണങ്ങളും എല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് യോജിച്ച് വരണം കേട്ടോ. അപ്പോൾ ഇതിനു മുമ്പ് തന്നെ ഞാൻ കോളിഫ്ലവറിൻ്റെ ഒരുപാട് റെസിപ്പീസ് ചെയ്തിട്ടുണ്ട്, കാണുന്നുള്ളവർക്ക് കണ്ടു നോക്കാം കേട്ടോ. ഇപ്പോൾ ചൈനീസ് റെസിപ്പീസ് ആണെന്നുണ്ടെങ്കിലും അല്ലാത്ത നാടൻ റെസിപ്പീസും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അതായത് കുറഞ്ഞ തീയിൽ വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോഴായിരിക്കും ഈ ഒരു മസാലയൊക്കെ നന്നായിട്ട് കോളിഫ്ലവറിൽ പിടിച്ച് നന്നായിട്ട് തന്നെ കറി റെഡി ആയിട്ട് വരിക. കോളിഫ്ലവർ നല്ല വെന്തൊന്ന് സോഫ്റ്റ് ആയിട്ട് തന്നെ മാറണം. അപ്പോൾ ഇടയ്ക്കൊന്ന് തുറന്നതിന് ശേഷം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. വീണ്ടും അടച്ചു വെച്ചിട്ട് തന്നെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഉപ്പൊക്കെ കറക്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒന്നും കൂടിയും കോളിഫ്ലവർ വെന്ത് വരാനുണ്ട്. അപ്പോൾ നന്നായിട്ടിരുന്ന് വെന്ത് വരട്ടെ. ഈ ഒരു കോളിഫ്ലവർ കറി എന്നൊക്കെ പറയുമ്പോൾ ചപ്പാത്തിയുടെ കൂടെയാണെന്നുണ്ടെങ്കിലും ചോറിൻ്റെ കൂടെയൊക്കെ ആണെന്നുണ്ടെങ്കിലും നല്ല അടിപൊളിയായിട്ടുള്ളൊരു കറി തന്നെയാണ് കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. സോസുകളൊന്നും ഇഷ്ടമില്ലാത്തവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിലും കഴിക്കുകയും ചെയ്യാം. ഇപ്പോൾ കുറേ പേരൊക്കെ ചൈനീസ് റെസിപ്പീസൊക്കെ ചെയ്യുമ്പോൾ സോസുകളുടെ ആ ഒരു ടേസ്റ്റ് ഒന്നും ഇഷ്ടമില്ല എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ട്രൈ ചെയ്യാവുന്ന സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ് തന്നെയാണ് കേട്ടോ. ഇനി ഇതിപ്പോൾ ഒന്ന് റെഡി ആയിട്ട് വന്നപ്പോൾ ഇതിലേക്ക് ഞാൻ ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1.5 ടീസ്പൂണോളം അളവിൽ ഹോം മെയ്ഡ് ഗരം മസാലയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഇനി ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ ഒരു ഗരം മസാലയുടെ ഫ്ലേവറൊക്കെ വരുമ്പോഴാണല്ലോ കറക്റ്റായിട്ടുള്ളൊരു ടേസ്റ്റിലേക്ക് തന്നെ ഇത് വരിക കേട്ടോ. അപ്പോൾ കണ്ടോ, ഇതിപ്പോൾ അത്യാവശ്യം നല്ല ഡ്രൈ ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഗ്രേവിക്ക് അനുസരിച്ച് ഞാനിപ്പോൾ ഒരു സെമി ഗ്രേവി ആയിട്ടാണ് തയ്യാറാക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ ലൂസ് ആവണമെന്നുണ്ടെങ്കിൽ കൂടുതൽ വെള്ളം ഒഴിച്ച് കൊടുക്കാവുന്നതുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. വീണ്ടും ഇത് നമുക്കൊന്ന് അടച്ചു വെച്ച് തന്നെ കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ ഒരു സ്ലോ കുക്കിംഗ് ചെയ്യുമ്പോൾ തന്നെയാണ് ഇതൊക്കെ ടേസ്റ്റി ആയിട്ട് തന്നെ മാറുക കേട്ടോ. അപ്പോൾ വെള്ളം പോരാന്ന് തോന്നിയപ്പോൾ കുറച്ചും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതോടെ ഇരുന്നൊന്ന് റെഡി ആയിട്ട് വരട്ടെ കേട്ടോ. ഇത് നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയോട് കൂടിയിട്ടുള്ള, അതായത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കോളിഫ്ലവർ റെസിപ്പി തന്നെയാണ് കേട്ടോ. കണ്ടു, ഇതിപ്പോൾ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉലുവയുടെ ഉണങ്ങിയ ഇല അല്ലെങ്കിൽ കസൂരി മേത്തി ചേർത്ത് കൊടുക്കുക. അതും നല്ലൊരു ഫ്ലേവർ തന്നെ ഇതിന് കൊടുക്കും കേട്ടോ. അപ്പോൾ അത് 1 ടേബിൾ സ്പൂണോളം അളവിൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതുള്ളൂ. ഒന്ന് ചൂടാക്കിയെടുക്കുക. അതിനുശേഷം കയ്യിൽ ഇട്ടിട്ടൊന്ന് പൊടിച്ചതിന് ശേഷമാണ് ചേർത്ത് കൊടുക്കണത് കേട്ടോ. ഇത് ഹെൽത്ത് ബെനിഫിറ്റ്സും നല്ല രീതിയിൽ തന്നെയുണ്ട്. നമുക്കിത് റെഡിമെയ്ഡായിട്ട് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. അപ്പോൾ ഇത് മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അവസാനം വേണമെങ്കിൽ നിങ്ങൾക്ക് മല്ലിയില മുറിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതുള്ളൂ കേട്ടോ. അതും ഫ്ലേവർ എൻഹാൻസ് ചെയ്യും ശരിക്കും പറഞ്ഞാൽ. ഇനി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ നല്ല ഒരു നാടൻ രീതിയിലുള്ള കോളിഫ്ലവർ കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോമ്പിനേഷൻസിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാവുന്നതുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ തയ്യാറാക്കി നോക്കുക. അതുപോലെ ആ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ. അപ്പോൾ ഇതിലും നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.